ഈ ഓൺലൈൻ കൂട്ടായ്മയിലേക്ക് നമുക്ക് ഈ സന്ധ്യയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമുക്ക് ഒരുക്കിയ ഒരേറെ അവസരത്തിനായി കർത്താവിന്റെ നാമത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ഒരു മാസം കൂടെ ദൈവം നാം ആയിരുന്ന എല്ലാ അനുഭവങ്ങളിലും പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തു. ഈ സന്ധ്യയെങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മുടെ ഓൺലൈൻ കൂട്ടായ്മയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി വെളിപ്പെടുവാനിടയാകട്ടെ. വിവിധ ഇടങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്നൊക്കെ പ്രിയപ്പെട്ടവര് ഈ സന്ധ്യയെങ്കിലും നമ്മുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് ഈ സന്ധ്യയെങ്കിലെ നമ്മുടെ കൂട്ടായ്മയെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രിയ രാജു പാസ്റ്റർ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാൽ. രാജു പാസ്റ്റർ കേൾക്കാമോ? ഞങ്ങളുടെ സ്വർഗസ്വപിതാ, ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹീതമായ ദിവസത്തിന്റെ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ പ്രാർത്ഥനാധ്വനിയുടെ മീറ്റിംഗായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ഈ സന്ധ്യയിൽ കർത്താവ് ഒരവസരം നൽകിയതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ രാത്രിയിൽ ഇപ്രകാരം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാനും പ്രാർത്ഥനയിൽ കർത്താവെ പല കാര്യങ്ങൾ ചിന്തിപ്പാനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം സഹായിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം അത്ഭുതകരമായി വിടുവിച്ചതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാ പ്രവർത്തകരെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രാർത്ഥന സഹായികളെയും എല്ലാം ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രിയിലെ എല്ലാ ആത്മീയ കൂട്ടായ്മയിലും ദൈവികമായ കൃപകൾ ഉണ്ടാകണം. സംബന്ധിക്കുന്ന ഏവർക്കും അത് അനുഗ്രഹമായി തീരണം. ഒരുമിച്ച് അനുഗ്രഹിക്കണം. പുത്രനെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ രാജു പാസ്റ്ററോട് നന്ദി പറയുന്നു. തുടർന്ന് നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കുവാനുള്ള സമയമാണ്. കർത്താവിന്റെ ദാസൻ പ്രിയ റെയ്നോൾഡ് ചായ്, ആലപ്പുഴ ക്യാപിറ്റലായിരിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ, തുടർന്ന് ആരാധനയ്ക്ക് ദൈവസന്നിധിയിൽ നേതൃത്വം വഹിക്കും. അതിനായിട്ട് പ്രിയ കർത്തദാസനെ ദൈവസന്നിധിയിൽ ക്ഷണിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനാ ധ്വനിയുടെ ഈ സൂം മീറ്റിങ്ങിൽ കയറുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചല്ലോ. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ഞാൻ എഴുതിയ ഒരു പാട്ടാണ് ഇപ്പൊ പാടാൻ പോകുന്നത്. അതിന്റെ പാട്ട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാചന നൽകുന്ന ദൈവം എന്നുള്ള വരികളാണ്. അത് പാടി ഇപ്പൊ ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, എന്റെ യാചന നൽകുന്ന ദൈവം, ഓരോ വസന്തം ഒഴിഞ്ഞു പോയാലും വാഗ്ദത്തം മറക്കാത്ത ദൈവം, ഓരോ വസന്തം ഒഴിഞ്ഞു പോയാലും വാഗ്ദത്തം മറക്കാത്ത ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, കാലങ്ങളേറെ കാത്ത് എന്റെ കാണാത്ത മോഹങ്ങളേറി, കാലങ്ങളേറെ കാത്ത് എന്റെ കാണാത്ത മോഹങ്ങളേറി, ഉറ്റവർ സ്നേഹിതരേവരുമെന്നെ കുറ്റം പറഞ്ഞു നടന്നു, ഉറ്റവർ സ്നേഹിതരേവരുമെന്നെ കുറ്റം പറഞ്ഞു നടന്നു,
പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, എൻ്റെ യാചന നൽകുന്ന ദൈവം. ഓരോ വസന്തം പൊഴിഞ്ഞു പോയാലും വാഗ്ദത്തം മറക്കാത്ത ദൈവം. ഓരോ വസന്തം പൊഴിഞ്ഞു പോയാലും വാഗ്ദത്തം മറക്കാത്ത ദൈവം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, കണ്ണുനീർമുത്തുകൾ കോർത്ത് യേശുനാഥന്റെ പാദത്തിൽ വെച്ചു. കണ്ണുനീർമുത്തുകൾ കോർത്ത് യേശുനാഥന്റെ പാദത്തിൽ വെച്ചു. ഓരോ മുത്തുകൾ നോക്കി നാഥൻ എൻ്റെ വാഗ്ദത്തമെല്ലാം നൽകും. ഓരോ മുത്തുകൾ നോക്കി നാഥൻ എൻ്റെ വാഗ്ദത്തമെല്ലാം നൽകും. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, എൻ്റെ യാചന നൽകുന്ന ദൈവം. ഓരോ വസന്തം പൊഴിഞ്ഞു പോയാലും വാഗ്ദത്തം മറക്കാത്ത ദൈവം. ഓരോ വസന്തം പൊഴിഞ്ഞു പോയാലും വാഗ്ദത്തം മറക്കാത്ത ദൈവം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം മറുപടി അയച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു പാട്ട് നമുക്ക് ചേർന്ന് പാടി സ്തുതിക്കാം. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. സ്വർഗീയനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമൻ അരുളിയോനേ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വചനമെൻ ആത്മാവിൽ
ദാഗം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. വചനമൻ ആത്മാവിൻ ദാഗം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. പകരുകയാത്മാവിൻ തിരുശക്തിയാൽ നിറയുവ നിൻ ജനങ്ങൾ. പകരുകയാത്മാവിൻ തിരുശക്തിയാൽ നിറയുവ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പാപവും രോഗവും അകറ്റിടുവാൻ രുധിരത്തിൻ അത്ഭുത ശക്തിയിൽ. പാപവും രോഗവും അകറ്റിടുവാൻ രുധിരത്തിൻ അത്ഭുത ശക്തിയെന്ന് അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കേണമേ. അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കേണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് സ്തോത്രം. കർത്താവിന്റെ നാമത്തിന് വീണ്ടും മഹത്വം ചൊല്ലുന്നു. നമ്മുടെ പ്രാർത്ഥനാധനിയുടെ ഇന്റർനാഷണൽ ചെയർമാൻ ആയിരിക്കുന്ന ബഹുമാനിയ കർത്തദാസൻ പ്രിയ ബെൻസൺ ഡാനിയൽ അവറുകൾ ഈ സന്ധ്യയിൽ നമ്മോട് വിശായിരിക്കുന്നു. നമ്മുടെ കേരള ചാപ്റ്ററിന് നേതൃത്വം വഹിക്കുന്ന ബഹുമാനിയ കർത്തദാസൻ ഡോക്ടർ ഹാർട്ട്ലി സാമുവൽ, അതോടൊപ്പം വിവിധ ഇടങ്ങളിൽ നിന്ന്, വിവിധ യൂണിറ്റുകളിൽ നിന്നായിട്ട് ഈ സന്ധ്യയിലെ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ കർത്താവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മായിരിക്കുന്ന അനുഭവങ്ങളിൽ ദൈവത്തിന്റെ കൃപയും ദൈവത്തിൻ്റെതായിരിക്കുന്ന സമാധാനവും പരിപാലനവും നമ്മളോട് കൂടെ ഇരിപ്പാൻ ഇടയാകട്ടെ. തുടർന്ന് നാം ദൈവസന്നിധിയിലെ പ്രാർത്ഥനയ്ക്കായിട്ട് സമയങ്ങളെ വേർതിരിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പ്രിയ സാബു ഇളംപള്ളിക്ക് ഈ രാത്രിയിലെ നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കുന്നതിന് നേതൃത്വം വഹിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയോടുള്ള ബന്ധത്തില് വിഷയങ്ങള് അദ്ദേഹം ഷെയർ ചെയ്ത് ഓരോരുത്തരായി പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ തന്നെ വ്യക്തിപരമായോ ദൈവസഭയോടുള്ള ബന്ധത്തിലോ മറ്റേതെങ്കിലും തരത്തില് പ്രത്യേക പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ അത് പറയുവാനുള്ള അവസരവും നമ്മുടെ മുൻപിലുണ്ട്. തുടർന്നുള്ള സമയങ്ങൾ കർത്തദാസൻ സാബു പാസ്റ്ററെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് അതിന് നേതൃത്വം വഹിക്കുന്നതിനായിട്ട് ദൈവസന്നിധിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ അവിടുന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കേരള ചാപ്റ്ററിന്റെ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചില നിമിഷങ്ങൾ വേറിട്ട് നിമിഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ഒരുക്കി തന്ന നല്ല കൃപകൾക്കായി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ പ്രാർത്ഥനാധനി ഇന്റർനാഷണൽ ചെയർമാൻ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ, അതുപോലെ തന്നെ കേരള ചാപ്റ്ററിന് അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നേതൃത്വം കൊടുക്കുന്ന പ്രിയ കർത്തദാസൻ പാസ്റ്റർ ഹാർട്ട്ലി സാമുവൽ, അതുപോലെ മറ്റ് ദൈവദാസന്മാരെ വിവിധ നിലകളിൽ
ഈ നമ്മുടെ കേരള ചാപ്റ്ററിന് നേതൃത്വം കൊടുക്കുന്ന, അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന വിശുദ്ധന്മാരുണ്ട്. എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ ഭരണത്തിൽ അറിയിക്കുന്നു. വേഗത്തിൽ ഒട്ടും സമയങ്ങളാതെ നമുക്ക് ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ദിവസത്തിൽ നമുക്കായിരിക്കാം. കഴിഞ്ഞ നാളുകളിൽ നാം പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾക്ക് സ്വർഗ്ഗം അവിടുന്ന് മറുപടി നൽകി തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ഇന്ന് രാത്രിയിലും വേഗത്തിൽ ചില വിഷയങ്ങൾ നാം ദൈവസന്നിധിയിൽ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ആ പ്രാർത്ഥനയുടെ മറുപടി നമ്മുടെ കണ്ണുകളിൽ കാണുവാൻ തക്കവണ്ണം സ്വർഗ്ഗം അവിടുന്ന് ഇടയാക്കി തീർക്കുമാറാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ വേഗത്തിൽ ആരുടെ പേര് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നവർക്ക് ആ പ്രാർത്ഥന വിഷയങ്ങൾ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. രാത്രി ദൈവം നമ്മെ ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാരംഭമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക രാജ്യങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അനേക ഇടങ്ങളിൽ ഈ പ്രാർത്ഥനാധ്വനി അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ നിലവാരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് ഈ പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങളെ വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ദൈവം ഇതിന്റെ പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചല്ലോ. അനേക ഇടങ്ങളിൽ അനേക ദൈവദാസന്മാർ, അനേക ദൈവമക്കൾ, അനേക പ്രിയപ്പെട്ടവര് അനേക വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരം ആ വിഷയങ്ങളിലെല്ലാം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ ചെയർമാനായിരിക്കുന്ന പ്രിയ ബെൻസ് പാസ്റ്ററേയും കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ അല്പമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ നേരിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വലിയൊരു അനർത്ഥത്തിൽ നിന്ന് പ്രിയ കുടുംബത്തെ ദൈവം വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മളെല്ലാവരും വിഷയങ്ങൾ അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. പ്രിയ ബെൻസ് പാസ്റ്ററേയും കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക പ്രിയ ബിന്ദു സിസ്റ്റർ ഓർത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വേഗത്തിൽ ദൈവത്തിന്റെ കരം ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം, പൂർണ്ണമായ സൗഖ്യം തന്റെ ശരീരത്തിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കുടുംബമായി അവര് ഗുജറാത്തിന്റെ പ്രദേശത്തായിരിക്കുമ്പോൾ ഇത് ശക്തമായ നിലവാരങ്ങളിൽ ദൈവദാസന് നേതൃത്വം കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയും സാധ്യവും തന്നെ നമ്മളോട് കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തലമുറകളെ ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വിദ്യാഭ്യാസ മേഖലകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ കോട്ടയം ചാപ്റ്ററിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന പ്രിയ അനീഷ് പാസ്റ്റർ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർക്കും കഴിഞ്ഞ നാളുകളിൽ അല്പമായ ബുദ്ധിമുട്ട് തങ്ങളുടെ ജീവിതത്തിൽ നേരിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. പ്രിയ കുടുംബത്തിന്റെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായ ബലം, ആരോഗ്യം, ശക്തി ദൈവത്തെ പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം എല്ലാവരും വിവിധ ഇടങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് ഈ പറയപ്പെട്ട വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവെ പ്രാർത്ഥനാധ്വനി കർത്താവെ കേരള ചാപ്റ്ററിൽ ഞങ്ങൾക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നൽകിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് പ്രാർത്ഥനാധ്വനിയുടെ എല്ലാ മേഖലകളെയും വഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കേരളത്തില്, ഇന്ത്യയില്, ലോകരാജ്യങ്ങളിലൊക്കെയുള്ള പ്രാർത്ഥനാ ധ്വനിയുടെ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ബെൻസൺ ഡാനിയൽ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുടുംബത്തിന് കഴിഞ്ഞ ദിവസം നേരിട്ട വലിയ പ്രയാസത്തിന് കർത്താവെ അവിടുന്ന് കൊടുത്ത ആശ്വാസങ്ങൾക്കും വിടുതൽക്കുമായിട്ട് ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്തുദാശിയെ ഞങ്ങൾ ദൈവകരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ കാലിൻ്റെ പ്രയാസങ്ങൾ മാറി സൗഖ്യമായി കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ അതിശക്തിയോട് പിന്നെയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വേഗത്തിലോടുന്ന വചനമയച്ച് അങ്ങയുടെ ദാശിയെ സൗഖ്യമാക്കിയാട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി കാണുവാൻ ഇടയാക്കണം. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുഞ്ഞുങ്ങൾക്കും ആവശ്യമാകുന്ന എല്ലാ നന്മകളും ഉയർത്തിയെന്ന് കർത്താവ് കൊടുത്ത് ആദരിക്കണമേ. ഈ പ്രാർത്ഥനാധ്വനി ഗ്രൂപ്പിനെ കർത്താവെ നയിക്കുവാനുള്ള എല്ലാ ജ്ഞാനവും അങ്ങയുടെ ദാസന് കൊടുക്കണമേ. ശേഷിച്ച് തങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയിൽ പരിശുദ്ധാത്മാവ് തങ്ങൾക്ക് തുണയായി നിന്ന് അവിടുന്ന് അത്ഭുതകരമായി ഞങ്ങളുടെ ദാസനെ ധൈര്യത്തോടെ ബലത്തോടെ നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന
കർത്താവെ എല്ലാ വഴികളും നിന്റെ ദാസന് വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നിന്റെ ദാസന് വേണ്ടി ചെയ്താട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ അനീസ് പാസ്റ്റയും കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തൻ്റെ ദാസനെയും ദാസിയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തൻ്റെ ദാസനും ദാസിക്കുമുണ്ടായ വലിയ അനർത്ഥത്തിൽ നിന്ന് കർത്താവെ അങ്ങ് വിടുവിച്ചതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി പിന്നെ അവരെ മാനിക്കണമേ, ശക്തിയോടെ കർത്താവ് ഉപയോഗിക്കണമേ. കർത്താവെ ദിവസങ്ങളിൽ കർത്താവെ ശരീരത്തിലുള്ള എല്ലാ ഭാരവും എല്ലാ പ്രയാസവും പരിപൂർണമായി കർത്താവെ സൗഖ്യമായി ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ പിന്നെയും നിന്ന് കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ അങ്ങയുടെ ദാസനെയും ദാസിയെയും കർത്താവ് ഉപയോഗിക്കണമേ. അങ്ങയുടെ ദാസന്മാരെ രണ്ടുപേരെയും കുടുംബമായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ധ്വനി എന്ന ഈ പ്രയർ ചെങ്ങലയെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ഇതിന്റെ കർത്താവെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. കുടുംബമായി ഞങ്ങൾ ഏൽപ്പിക്കുന്നവരുടെ ശുശ്രൂഷകളെ എല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവ് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ സമർപ്പിക്കുന്നു. മുഴുവൻ മഹത്വം ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ താഴ്മ വിനയമായി ഇവരെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. 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 ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി അയച്ചാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകാൽ പ്രാർത്ഥിച്ച പ്രിയ കർത്താവിനോടുള്ള നന്ദിയെ തരുണത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ ധ്വനി കേരള ചാപ്റ്ററിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കേരള ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ ഈ നാളുകളിൽ വളരെ അനുഗ്രഹമായി നടക്കുവാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് ഇടയാക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പ്രാർത്ഥനാധ്വനി ഓപ്പൺ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. അവിടെയുള്ള പ്രവർത്തനങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ജില്ലകളിലും നേതൃത്വം കൊടുക്കുന്ന പ്രിയ അഭിഷക്തന്മാരുണ്ട്. ആരുടെ പേരെടുത്ത് പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തമായ നിലവാരത്തിൽ ഓരോ ജില്ലകളിലും ഈ പ്രാർത്ഥനാധ്വനിക്ക് നേതൃത്വം കൊടുക്കുവാൻ പ്രിയ അഭിഷക്തന്മാരെ ദൈവത്തോട് ബലപ്പെടുത്തട്ടെ. അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അവരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ മറ്റു ജില്ലകളിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ ഓപ്പൺ ചെയ്യുവാൻ തക്കോണം സദസ്യനായ ദൈവം നിലയാക്കി തീർക്കേണ്ടതിന് വേണ്ടി രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കേരള ചർച്ചിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ കർത്തവാസം ആദ്യ പശ്ചാത്തല കർത്തവാസന വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തമായ നിലവാരങ്ങളിൽ അതിൽ ലീഡ് ചെയ്യുമ്പോൾ ദൈവദാസന്റെ മേൽ ദൈവിക കൃപ അവിടുന്ന് വെളിപ്പെടുവാൻ തക്കോണം രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ കർത്തൃദാസന്മാരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാധ്വനിയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ ആവശ്യങ്ങളുടെ മുഖത്ത് കർത്തൃദാസന്മാരൊക്കെ ആയിരിക്കുമ്പോൾ പലരോടും ഷെയർ ചെയ്യുവാൻ തക്കോണം കഴിയാത്ത അനേക വിഷയങ്ങളുടെ നടുവിൽ കൂടിയാണ് നമ്മുടെ ദൈവദാസന്മാരൊക്കെ കടന്നു പോകുന്നത്. അവരെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ ഈ പറയപ്പെട്ട രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് ഈ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന ധ്വനിയെ കരങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ പ്രവർത്തനത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക വ്യക്തി ജീവിതങ്ങളെ വിളിച്ചു വേർതിരിക്കണമേ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അനേക ഇടവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ അനേക ദൈവദാസന്മാരെ ഞങ്ങൾക്കായി ഒരുക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 14 ജില്ലയിൽ, ആലപ്പുഴയിൽ 14 ജില്ലകളിൽ എല്ലാ സംസ്ഥാനങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തി ഈ പ്രാർത്ഥന ധ്വനി മുഖാന്തരം വെളിപ്പെടുവാൻ തക്കോണം ദൈവം സഹായിക്കണമേ. അനേകർ മാനസാന്തരപ്പെട്ട് കർത്താവിനെ അറിയുവാൻ തക്കോണം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇതിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കേരളത്തിലെ പ്രവർത്തനം ദൈവം അനുഗ്രഹിക്കണമേ. അനേകരെ കർത്താവെ ദൈവസ്ഥാനം നേടുവാൻ തക്കവണ്ണം, അനേകരെ അന്ത്യകൽപ്പനായ സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ തക്കവണ്ണം, ശിഷ്യരായി കൊള്ളുവാൻ തക്കവണ്ണം ദൈവമേ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവദാസന്മാർ ഒരുക്കുന്നോർത്ത് സ്തോത്രം, ഇതിൽ മുൻപന്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം, ബലപ്പെടുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പ്രാർത്ഥന ധ്വനിയിലെ എല്ലാ ദൈവദാസന്മാരെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്ന അവരുടെ ആവശ്യങ്ങളെ എല്ലാം ഞങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുന്നപ്പ. പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കുന്നോർത്ത് സ്തോത്രം, ബലപ്പെടുന്നോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ, സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ. 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 ദൈവം നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിച്ച പ്രിയ ദിവസങ്ങളോടുള്ള നാമത്തിൽ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും 3 ദിവസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ദിവസങ്ങളിൽ അവരുടെ എക്സാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം നന്നായി പഠിച്ച് നല്ല നിലവാരങ്ങൾ എക്സാം ചെയ്യുവാൻ തക്കോണം, എക്സാം എഴുതുവാൻ തക്കോണം ദൈവം അവരെ ശക്തീകരിക്കേണ്ടതിന് വേണ്ടി, ബലപ്പെടുത്തേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭകളിലുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ ഭവനങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ അമർന്നിരിക്കുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ഒക്കെ
വളരെയേറെ അതിപ്രസരം നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാടുകളിലൊക്കെ നമുക്ക് കാണുവാനും കേൾക്കുവാനും ഒക്കെ കഴിയുന്നത്. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്, സംഭവ വാർത്തകളാണ് ഓരോ ദിവസവും നമുക്ക് കേൾക്കുവാനും കാണുവാനും ഒക്കെ കഴിയുന്നത്. ഇന്ന് രാത്രി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട തലമുറകളെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായ ദൈവിക സന്ദർശനം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം, ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള ഒരു കൂട്ടം തലമുറകൾ വേർതിരിക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരയോടുന്ന് വെളിപ്പെടുമാറാകേണ്ടതിന് ഇടേണ്ടതിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി പറയപ്പെട്ട 2 വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളായ കൊടുത്ത് അനുഗ്രഹിക്കണം. സമയങ്ങളിലൊക്കെയും കർത്താവേ അത് നല്ല രീതിയിൽ എഴുതുവാൻ തക്കവണ്ണം ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാനും അവരുടെ ബുദ്ധിയോടുകൂടെ ഇരുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദുഃഖലോകത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങളെ കുഞ്ഞുങ്ങൾ ആരും കർത്താവേ വീണുപോകാൻ ഇടയാക്കാതെ ദൈവമേ അങ്ങയുടെ ദൂതന്മാരെ അവർക്ക് കാവലനുസരിച്ചവരെ കാത്തുപരിപാലിച്ച് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യത്തിലും മയക്കും മരുന്നിലും കർത്താവെ വീണു പോകാൻ ജീവിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ കൂടെ സഞ്ചരിക്കുന്ന പ്രാർത്ഥിക്കുന്നു. ശോഭനമായ ഭാവി ജീവിതങ്ങളൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകി കൊടുത്ത് കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ മാതാപിതാക്കൾ കർത്താവെ ഒരു സന്തോഷം പകരുന്നവരായിരിക്കും. അന്യ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായിരിക്കാം. സ്വർഗമേ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു യാത്ര ചെയ്യുമ്പോൾ തന്നെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി വെച്ചാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിച്ച ദൈവവാസനോടുള്ള നന്ദി അറിയിക്കുന്നു. വീണ്ടും ഒരു വിഷയത്തിനുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സന്തോഷമില്ലാതെ സമാധാനമില്ലാതായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യ വകുച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക അഭിഷിക്തന്മാർ കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും സുവിശേഷ വിരോധികളാലുള്ള പീഡനങ്ങൾ നിമിത്തം അനേക ഇടങ്ങൾ കഷ്ടതയുടെ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന ദൈവസഭകളും ദൈവദാസന്മാരും കുടുംബങ്ങളുണ്ട്. അവരെ വകുച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനകത്ത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിപ്പോൾ ഷെയർ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധ വാഴ്ത്തപ്പെടുന്നതായിട്ട്. എൻ്റെ മകന് 33 വയസ്സുണ്ട്. അവനൊരു വിവാഹം ഇതുവരെയും ആലോചിച്ചിട്ടെങ്കിലും ശരിയാകുന്നില്ല. ആ വിഷയത്തെ ഓർത്ത് എല്ലാ ദൈവദാസന്മാരും പ്രാർത്ഥിക്കണം. അതുപോലെ മകള് പ്രഗ്നൻ്റാണ്, UK-ലാണ്. 24-ാം തീയതി ഒരു സ്കാനുണ്ട്. ആ സ്കാനിൽ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ നോർമൽ ഡെലിവറി അല്ലെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെയൊക്കെയുള്ള വലിയ വിഷയങ്ങളുടെ മധ്യത്തിലാണ്. മകനെയും മകളെയും ഓർത്ത് പ്രാർത്ഥിക്കണം. മകൻ്റെ കല്യാണമൊന്നും ശരിയാകുന്നില്ല. അത് നല്ല ജോലിയൊക്കെയാണ്, പക്ഷേ കല്യാണമൊന്നും ശരിയാകുന്നില്ല. ഓരോ ആലോചന വന്ന്
അതിൻ്റെ പൂർത്തീകരണത്തിലെത്തുമ്പോൾ അത് മാറിപ്പോവുകയാണ്. ആ വിഷയത്തെ എല്ലാ ദൈവദാസിമാരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മറ്റാർക്കെങ്കിലും? ഓക്കെ, ഇന്ന് രാത്രി വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ദിവസം പറഞ്ഞ പ്രാർത്ഥനാ വിഷയത്തെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ വീണ്ടും ദൈവത്തിൽ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുന്നു. ഇന്ന് രാത്രി പറയപ്പെട്ട എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും തിരുക്കരങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രത്യേക ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വിരോധികളാൽ പീഡനം നിമിത്തം കഷ്ട അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന അനേകരുണ്ട് കർത്താവ്. അവരെല്ലാം അങ്ങയുടെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സന്തോഷം, ദൈവിക സമാധാനം ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലൂടെ നൽകി കൊടുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ട രോഗികളെ പ്രാർത്ഥിക്കുന്നു. ദൈവിക ആശ്വാസം, ദൈവിക സൗഖ്യം കർത്താവരുടെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഇന്ന് രാത്രി പ്രിയാവിഷയത്തും പറഞ്ഞ പ്രാർത്ഥനാ വിഷയത്തെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രിയ മകനെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം തക്കതായ ഒരു തുണ കർത്താവെ തന്റെ മകന് വേണ്ടി അവിടുന്ന് ഒരുക്കി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന സകല തടസ്സങ്ങളെയും അഭിഷക്തന്മാരെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ ശ്വാസിക്കുന്ന ജയം കൽപ്പിക്കുന്ന കർത്താവ്. വേഗത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവ് പ്രിയ പൈതലിന്റെ പ്രിയ മകന്റെ മേലെ അവിടുന്ന് വെളിപ്പെടുവാൻ തക്ക സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രിയ മകളെ ഏൽപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിന്റെ കരം കർത്താവത്തിന്റെ ദാസിയോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. തക്ക സമയത്ത് തന്നെ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് ഒരു തലമുറയെ കാണുവാൻ തക്ക സ്വർഗ്ഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ ശരീരത്തിൽ കർത്താവെ മാനുഷികമായ നിലവാരത്തിൽ ഒരു ഹാലേലിയ ഒരു കരങ്ങൾ വിൽക്കുവാൻ തക്ക സ്വർഗ്ഗം അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിന്റെ കരം കർത്താവ് തന്റെ ജീവിതത്തിൽ അവിടുന്ന് ദൂതന്മാരുടെ കാവൽ തന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്ക സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്തിന് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗം ഇടയാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവങ്ങളെ കേൾപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇത്രത്തോളം സമയം അനുവദിച്ചു വന്ന പ്രിയ കർത്തൃമാസന്മാരെല്ലാം നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഇന്ന് രാത്രി ഒരുമിച്ച് അവിടെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്പൊ സമയങ്ങൾ നമുക്ക് വിവിധ വിഷയങ്ങളെ വഹിച്ച് ദൈവസ്ഥനിൽ പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. സംഗീതനക്കാരനേറ്റ് പറയുന്ന പോലെ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ള ഈ സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരും. അനേക പ്രാർത്ഥനകൾക്ക് മറുപടികൾ കണ്ടവരാണ് ജീവിതത്തിൽ. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, വിവിധ വീര്യപ്രവൃത്തികളിലൂടെ ദൈവത്തിൻ്റെതായിരിക്കുന്ന മഹത്വം വെളിപ്പെട്ട് കണ്ടവരാണ് നാം. പ്രാർത്ഥനയുടെ മറുപടികൾ പ്രാപിച്ചവരാണ് നാം. അതുകൊണ്ട് വീണ്ടും പ്രാർത്ഥിപ്പാൻ ദൈവത്തിന്റെ കൃപ ദൈവം നമ്മുടെ മേൽ പകരട്ടെ. പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട നന്ദി പറയുന്നു. തുടർന്ന് നാം ദൈവ വചനത്തോടുള്ള ബന്ധത്തിൽ, ദൈവവചന കേൾവിയോടുള്ള ബന്ധത്തിൽ സമയങ്ങളെ വേർതിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ ധ്വനിയുടെ കോട്ടയം ജില്ലാ കോർഡിനേറ്റർ ആയിരിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ പ്രിയ അനീഷ് ജോർജ് അവർ, അദ്ദേഹം നമ്മുടെ കേരള ചാപ്റ്ററിന്റെ പ്രെയർ കോർഡിനേറ്റർ ആയിട്ടും കർത്താവിന്റെ സന്നദ്ധിയില് പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. പ്രിയ കർത്തദാസനെ വഹിച്ച ഈ ദിനങ്ങളിലെല്ലാം നാം പ്രാർത്ഥിച്ചു വന്നു. തന്നെ തന്റെ കുടുംബത്തെയും ഓർത്ത് കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് പിറകില് തനിക്കും തന്റെ കുടുംബത്തിനും ഉണ്ടായ ആ വലിയ ആപത്തില് തിരുവചനപ്രകാരം മരണകരമായ അനുഭവങ്ങളിൽ നിന്ന് ദൈവം തന്റെ ദാസനെ ഉദ്ധരിപ്പാൻ, തന്നെ കുടുംബമായി വിടുവിപ്പാനായിട്ട് ഇടയായി. ഈ സന്ധ്യയെങ്കില് പ്രിയ കർത്തദാസനാണ് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. ദൈവം തന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതകരമായ ആ പ്രവൃത്തിയെ കുറിച്ചുള്ള സാക്ഷ്യത്തോട് ചേർന്ന് ദൈവവചന ചിന്തകളും പങ്കുവയ്ക്കുവാനായിട്ട് പ്രിയ കർത്തദാസൻ അനീഷ് ജോർജ് അവരുകളെ വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപ ദൈവം നമ്മുടെ മേൽ പകരം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിവേളയിൽ അതിൻ്റെ പ്രഥമയാമത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥന ധ്വനി കേരള ചാപ്റ്ററിൻ്റെ ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിനായി, ആരോഗ്യത്തിനായി, ബലത്തിനായി, ദൈവകൃപയ്ക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ രാത്രികാലത്തെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന എൻ്റെ സ്നേഹിതൻ സഹപ്രവർത്തകർ ദാസൻ സിജി ജോൺസനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിൻ്റെ ദാസനെ വന്ദനം ചൊല്ലുന്നു. പ്രാർത്ഥന ഇന്റർനാഷണൽ ചെയർമാൻ ബെൻസൺ ദാനിയേൽ പാസ്റ്ററിന്റെ സാന്നിധ്യവും നമുക്ക് സന്തോഷമാണ്. കർത്താവിലപ്പെട്ട ദാസനെയും ഈ രാത്രികാലം വന്ദനം ചൊല്ലുന്നു. പ്രാർത്ഥന കേരള ചാപ്റ്ററിന്റെ ചെയർമാനായിരിക്കുന്ന ആൻലി പാസ്റ്റർ
നമ്മൾ ഒരുമിച്ചായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ ദാസനെയും ഈ സമയം വന്ദനം ചൊല്ലുന്നു. മറ്റ് ഇതര ഉത്തരവാദിത്വം വഹിക്കുന്ന പല ഗ്രൂപ്പുകളുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന കൂട്ടുപ്രവർത്തകരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും ദൈവമക്കൾക്കും വേഗം വരാനരുളി ചെയ്ത നിസ്സനായ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനത്തെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ചും നിങ്ങളോട് ഒരുമിച്ചും എനിക്കുമായിരിക്കാം കർത്താവ് നൽകിയ വലിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളേവരും അറിയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതുപോലെ വലിയൊരു അനർത്ഥം ഞങ്ങൾക്ക് ജനുവരി മാസം നേരിട്ടു. കത്തനാസം മുമ്പ് ഓർപ്പിച്ച പോലെ അനർത്ഥം വ്യസനകാരണമായി തീരാമായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ കരം ഞങ്ങളോട് കൂടെയിരുന്നു. അത്ഭുതകരമായി ദൈവം ഞങ്ങളെ വിടുവിച്ചു. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതറിഞ്ഞ സമയം മുതൽ വിശേഷാൽ പ്രാർത്ഥനയിലുള്ള എല്ലാ ദൈവദാസന്മാരും വിവിധ ചാപ്റ്ററിലുള്ള പ്രിയപ്പെട്ടവരും വിശേഷ കേരള ചാപ്റ്ററിലെ നേതൃത്വം വഹിക്കുന്ന അഭിഷക്തന്മാരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും സമൽ പാസ്റ്ററും മനു പാസ്റ്ററും സിജി പാസ്റ്ററും മനോജ് പാസ്റ്ററും പ്രിയപ്പെട്ടവരൊക്കെ പല ആവർത്തികളിൽ ഞങ്ങൾ പാർക്കുന്ന പാഴ്സണലിൽ കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിശേഷാൽ പ്രാർത്ഥന കേരള ചാപ്റ്ററിൻ്റെയും പ്രാർത്ഥന പല ഗ്രൂപ്പുകളുടെയും നന്മകൾ ദൈവദാസന്മാരിൽ നിന്ന് ദൈവമക്കളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങളുടെ ആ പ്രയാസ ഘട്ടങ്ങളിൽ നൽകി തന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും ബലവും ശക്തിയും ഞങ്ങൾക്ക് ആശ്വാസമായി മാറി. ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും കൈത്താങ്ങുകയും ചെയ്ത പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരോടും എല്ലാ പ്രിയപ്പെട്ടവരോടും കുടുംബമായി ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഒരിക്കൽ കൂടെ ഈ തരുണത്തിൽ ഈ അവസരത്തിൽ ഞങ്ങൾ കുടുംബമായുള്ള നന്ദിയെ ഞങ്ങൾ അറിയിച്ചുകൊണ്ട് മുഖവുരകൾക്ക് ഞാൻ വിരാമം കുറിച്ച് ഈ രാത്രികാലത്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ദൈവാത്മാവിൻ്റെ അന്താത്മാവിൽ നൽകിയ ഒരു ചെറിയ ചിന്ത നിങ്ങളോട് ഒരുമിച്ച് പങ്കുവെച്ച് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദവാക്യം 31-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യം ഞാൻ ഇങ്ങനെ വായിക്കാം. മരിച്ചു പോയനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു, ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. വളരെ പരിചിതമായിരിക്കുന്ന വേദശകലമാണ് ഈ രാത്രിയിൽ നാം ഇവിടെ വായിച്ചു കേട്ടത്. ഭക്തനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണെന്ന് തലക്കെട്ടിങ്ങിലൂടെ അതിൻ്റെ ഒറ്റ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ദാവീദ് ഇങ്ങനെ പറയുകയാണ്, മരിച്ചു പോയവനെ പോലെ എന്നെ എന്ത് ചെയ്തിരിക്കുക, മറന്ന് കളഞ്ഞിരിക്കുക, ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുക. ദാവീദിന്റെ സാഹചര്യങ്ങളും ജീവിത അനുഭവങ്ങളും തൻ്റെ കുടുംബ അന്തരീക്ഷങ്ങളും ഒക്കെ ഒത്തിരി പ്രസംഗത്തിലൂടെയും അല്ലാതെയൊക്കെ നാം അറിയുകയും വായിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതിലോട്ടൊന്നും കടക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ദാവീദ് നമ്മോട് വിളിച്ചു പറയാണ്, മരിച്ചു പോയവനെ പോലെ എന്നെ പലരും മറന്ന് കളഞ്ഞിരിക്കുക. ശൗലിനെ തള്ളി രാജസ്ഥാനത്തേക്ക് മറ്റൊരാളെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം വന്ന അനുഭവം നമുക്കറിയാം. തൻ്റെ അപ്പൻ തന്നെ മറന്നു കളഞ്ഞിരിക്കുമ്പോൾ, തൻ്റെ അമ്മ തന്നെ മറന്നു കളഞ്ഞിരിക്കുമ്പോൾ, തൻ്റെ സഹോദരങ്ങൾ തന്നെ മറന്നു കളഞ്ഞിരിക്കുന്ന അനുഭവം. ശൗലിനെ മാറ്റി മറ്റൊരു രാജാവിനെ തിരഞ്ഞെടുക്കേണ്ടതിന് ശമൂവേലിനെ ഈശായുടെ ഭവനത്തിലേക്ക് അയക്കുന്ന ഭാഗം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ശമൂവേല് ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ എല്ലാ മക്കളുമായോ എന്ന് ചോദിക്കുമ്പോൾ സഹോദരങ്ങളും അപ്പനും അമ്മയും പറഞ്ഞൊരു പദമുണ്ട്, ഉള്ളതിൽ ഇളയ ഒരുവനുണ്ട്, അവൻ വനാന്തരങ്ങളിൽ അവൻ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പല വേദികളിൽ ഇങ്ങനെ പറയാറുണ്ട്, രാജകീയ സ്ഥാനത്തിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ പോലും ആളില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. നോമിനേഷന് പോലും പേര് വരാഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. ഒരു ദൂത് ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞ് മുൻപോട്ട് പോകാം. ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കാൻ പദ്ധതിയുണ്ടെങ്കിൽ, ദൈവം ഒരുവനെ രാജകീയ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ പദ്ധതിയുണ്ടെങ്കിൽ, വീടിന്റെ അകത്ത് നീ ഒറ്റപ്പെട്ടാലും, നിന്റെ സഹോദരങ്ങളുടെ നടുവിൽ നീ തഴയപ്പെട്ടാലും, അപ്പനും അമ്മയും നിന്നെ മറന്നു കളഞ്ഞാലും, സ്വന്തം ബന്ധുമിത്രാദികൾ നിന്നെ അകറ്റി നിർത്തിയാലും, ദൈവം ആഗ്രഹിക്കുന്നവനെ, ദൈവഹിതമുള്ളവനെ പുറത്തു കൊണ്ടുവരേണ്ട സമയമാകുമ്പോൾ, മാനിക്കേണ്ട സമയമാകുമ്പോൾ ദൈവം അവനെ മാനിക്കുമെന്നതിന് രണ്ടു പക്ഷം ഇല്ലേ ഇല്ല. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിന്റെ നടുവില് ഭാരപ്പെട്ടവരായി
തഴയപ്പെട്ടവരായി, മാറ്റി നിർത്തപ്പെട്ടവരായി എന്റെ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ, മനുഷ്യൻ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ലാക്കി തീർക്കുവാൻ എന്നെ കുറിച്ചും നമ്മെ കുറിച്ചും ദൈവദാസന്മാരെ കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു നിയോഗം, ഒരു ദൂത് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ഈ ചെറിയ കൂട്ടത്തോട് കൈമാറുകയാണ്. ദാവീദിനെ അപ്പനും അമ്മയും സഹോദരങ്ങളും മറന്നു കളഞ്ഞെങ്കിലും തമ്പുരാൻ അവനെ മറന്നു കളഞ്ഞില്ല കേട്ടോ. രാത്രികാല നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മെ കണ്ട ഒരു ദൈവത്തെ ഞാനും നിങ്ങളും സേവിക്കുന്നേ. ഹല്ലേലൂയ. നമ്മൾ ലോകപരമായി ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്നത് ആ കുഞ്ഞ് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം മുതൽ അമ്മ ആ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങും. ആണാണോ പെണ്ണാണോ എന്നറിയത്തില്ല, അപ്പൻ ആ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങും. ആ കുഞ്ഞിന്റെ വല്യപ്പനും വല്യമ്മയും കൂടപ്പിറപ്പുകളും ആ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങും. പക്ഷെ നമ്മുടെ തമ്പുരാൻ നമ്മെ സ്നേഹിച്ചു തുടങ്ങിയത് അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരിക്കുമ്പോൾ തന്നെ, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരിക്കെ തന്നെ. അതുമാത്രമല്ല, അനാദികാലം മുതലേ തന്നെ നമ്മെ കണ്ട, നമ്മെ അറിയുന്ന, നാളെ ഞാൻ ആരായി തീരുമെന്ന്, നാളെ നമ്മൾ ആരായി തീരുമെന്ന് നല്ല ബോധ്യമുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രികാലം ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ഇന്ന് നമ്മൾ എങ്ങനെ ആയിരിക്കുന്നുവെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇന്നലെ നമ്മൾ ആരായിരുന്നുവെന്നും എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷെ ഒരു കാര്യം സത്യമാ, എന്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങളും പ്രസംഗിക്കുന്ന ഞാനും നാളെ ആരായി തീരുമെന്ന് ലോകത്തിൽ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയുകയില്ല. പക്ഷെ നാളുകളിൽ നമ്മുടെ നിലവുകളെ അറിയാവുന്ന, നാളുകളിൽ നമ്മുടെ വഴിയെ അറിയാവുന്ന, നാളുകളിൽ നമ്മുടെ സാഹചര്യങ്ങളെ അറിയാവുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രിയിലും ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഞാനിങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, ഹല്ലേലൂയ, നമ്മുടെ ഇന്നലത്തെ നോക്കിയിട്ട് നാളെയും അതായിരിക്കുമെന്ന് ആരും വിചാരിച്ച് ഭാരപ്പെട്ടിരിക്കല്ല്. ഒന്നുകൂടെ ഞാൻ പറയാം, നിന്റെ ഇന്നലത്തെ അവസ്ഥയോർത്ത് നാളെയും എൻ്റെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കുമെന്ന് ഓർത്ത് ഭാരപ്പെട്ടിരിക്കല്ല്. ഒരു ദൂത് ഞാൻ പറയാം, ഇന്നലെ നിന്നെ നടത്തിയ ദൈവം നാളെയും നടത്തുവാൻ, നാളെയും പുലർത്തുവാൻ അവൻ മതിയായ ദൈവമാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഈ രാത്രിയിൽ നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനടുത്ത പദം ഇങ്ങനെ കാണുന്നു, ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ദാവീദിനെ തന്നെ ഒരു ഉടഞ്ഞ പാത്രത്തോട് തുലനം ചെയ്തിരിക്കുക. ഞാൻ ഇന്ന് പകലൊക്കെ ഇങ്ങനെ ചിന്തിച്ചു, എന്താ ഉടഞ്ഞ പാത്രത്തിന്റെ പ്രത്യേകത? ആർക്കെങ്കിലും ഉടഞ്ഞ പാത്രം വേണോ? ആർക്കും ഉടഞ്ഞ പാത്രം വേണ്ട. നല്ല പാത്രങ്ങൾ മതി, ഉപയോഗപ്രദമായ പാത്രം മതി. പക്ഷെ നമ്മുടെ തമ്പുരാന് ഉടഞ്ഞ പാത്രമായ എന്നെയും നിങ്ങളെയും ആവശ്യമുണ്ട്. ഞാൻ ഇങ്ങനെ പകൽക്കാലമൊക്കെ ചിന്തിച്ചു, ഉടഞ്ഞ പാത്രത്തെ നോക്കിയാൽ അത് ഷേപ്പ്ലെസ്സാ അല്ലേ, അത് ആകൃതി ഇല്ലാത്തതാ. ഉടഞ്ഞ പാത്രം നിങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിക്കേ, അതിന് ആകൃതിയില്ല, അത് ഷേപ്പ്ലെസ്സാ. നമ്മുടെ കണ്ണില് അതിന് അത്ര ഇഷ്ടപ്പെടത്തില്ല, അത്ര താല്പര്യം തോന്നത്തില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ഷേപ്പ്ലെസ് ആണെങ്കിലും നിനക്ക് ആകൃതി ഇല്ലെങ്കിലും മാനുഷികമായ തലങ്ങളിൽ, മാനുഷികമായ നോട്ടങ്ങളിൽ നിനക്ക് ഷേപ്പില്ലെന്ന് പറഞ്ഞാലോ, നിന്നെ കൊണ്ട് ഉപയോഗമില്ലെന്ന് പറഞ്ഞാലോ, രാത്രികാലം ദൈവാത്മാവ് നമ്മോട് പറയുന്നു, ഒരു ദാവീദിനെ ആടിനെ മേയ്ക്കാനെ കൊള്ളത്തുള്ളൂ എന്ന് പറഞ്ഞ് സ്വന്തം അപ്പനും അമ്മയും തന്റെ സഹോദരങ്ങളും മാറ്റി വനാന്തരങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവർക്ക് പറയാനുണ്ട്, മറ്റു സഹോദരങ്ങൾ അവൻ ഏറ്റവും കുറഞ്ഞയാളാണ്, ഏറ്റവും പിന്നിൽ നിൽക്കുന്നയാളാണ്. മറ്റു സഹോദരങ്ങൾ രാജകീയ കൊട്ടാരത്തിൽ പോയി അഭ്യാസ മുറകളൊക്കെ പഠിക്കുന്നവനാ, എന്തുകൊണ്ടും രാജാവാകാൻ യോഗ്യന്മാര് ഈശായുടെ മൂത്ത സഹോദരങ്ങളാ, അല്ല മൂത്ത തലമുറകളാ. ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ദാവീദിനെ തമ്പുരാൻ ഉയർത്തിക്കൊണ്ടുവന്നെങ്കിൽ രാത്രിയിൽ ഷേപ്പ്ലെസ് ആയ നിന്നെ, ആകൃതിയില്ലാത്ത നിന്നെ
പൊന്നെ, തള്ളിക്കളഞ്ഞ കല്ലിനെ ഈ രാത്രി മൂലക്കല്ലാക്കി തീർക്കുന്ന ഒരു സർവശക്തന്റെ സ്നേഹവും ആ കരുതലും ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഒന്ന്, ഉടഞ്ഞ പാത്രത്തിന്റെ പ്രത്യേകത അത് ഷേപ്പ്ലെസ് ആണ്, അത് ആകൃതി ഇല്ലാത്തതാണ്. രണ്ട്, ഉടഞ്ഞ പാത്രത്തിന്റെ പ്രത്യേകത അത് പ്രൈസ്ലെസ് ആണ്, അത് വിലയില്ലാത്തതാണ്. ഒന്ന്, അതിനെന്തോ ഇല്ല, അതിന് ആകൃതി ഇല്ലാത്തതാണ്, അത് ഷേപ്പ്ലെസ് ആണ്. രണ്ട്, ഉടഞ്ഞ പാത്രത്തിന്റെ പ്രത്യേകത അത് വിലയില്ലാത്തതാ, അത് പ്രൈസ്ലെസ്സാ. ലോകപരമായ ചിന്തയിൽ നിനക്ക് വിലയില്ലെന്ന് ലോകം മുദ്രകുത്തിയാലും, നാട്ടുകാരും മുദ്രകുത്തിയാലും, വീട്ടുകാരും മുദ്രകുത്തിയാലും, രാത്രികാലം ആത്മാവ് നമ്മോട് പറയുന്നു, നീ എനിക്ക് വിലയേറിയവനും നീ എനിക്ക് മാന്യനുമാ. കേട്ടോ, ലോകക്കാരുടെ നടുവിൽ നീ തഴയപ്പെട്ടെന്നോർത്ത് നീ ഭാരപ്പെട്ട് പോകണ്ട. തമ്പുരാന്റെ മുമ്പിൽ നീ വിലയേറിയവനാണ്, തമ്പുരാന്റെ മുമ്പിൽ നീ മാന്യനാണെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നിന്നെ തഴയപ്പെട്ടാലും, ആരൊക്കെ നിന്നെ തള്ളിയാലും, ആത്മാവ് ആരൊടുക്കിയോ തോളത്ത് തട്ടിക്കൊണ്ട് ഇങ്ങനെ പറയുന്നു, നീ എനിക്ക് വിലയേറിയവനാ കുഞ്ഞെ, നീ എനിക്ക് മാന്യനാ കുഞ്ഞെ. അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്ന ഞാൻ നിന്നെ അധികത്തിൽ ഇന്ന് രാത്രി വിചാരകനാക്കി തീർക്കൂ. എത്ര പേർക്ക് ഞാൻ പറയുന്ന ദൂത് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? നിന്നെ ഏൽപ്പിച്ചതില്, നീ ആയിരിക്കുന്ന അനുഭവങ്ങളില് നീ വിശ്വസ്തനായിരിക്കുന്നെങ്കിൽ ഞാൻ നിന്നെ അധികത്തില് വിചാരകനാക്കി മാറ്റി, അധികത്തില് ഉത്തരവാദിത്വമുള്ളവനാക്കി മാറ്റുവാൻ. ഹല്ലേലൂയ. ദാവീദിന്റെ പക്കൽ അപ്പൻ ഏൽപ്പിച്ചിരുന്ന ആടുകളെ മേയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോ തന്റെ ആടിനെ പിടിക്കുവാൻ ഒരിക്കൽ കടന്നു വന്ന കരടിയെയും സിംഹത്തെയും ഒരു ആട്ടിൻകുട്ടിയെ പോലെ വലിച്ചു കീറിയത് നമുക്കറിയാം. ഒരിടയന്റെ ഉത്തരവാദിത്വം ആടിനെ മേയ്ക്കുന്ന വിഷയത്തിനുമേൽ ദാവീദ് പൂർണ്ണമായി നിറവേറ്റുവാൻ ഇടയായി. കരടിക്ക് വിട്ടുകൊടുക്കാതെ, ആ സിംഹത്തിന് വിട്ടുകൊടുക്കാതെ, ഹല്ലേലൂയ, ആ കരടിയെയും ആ സിംഹത്തെയും വലിച്ചു കീറിയതായിട്ട്, അതിനെ ഇല്ലായ്മയാക്കിയതായിട്ട് നാം പഴയ നിയമത്തിലൊക്കെ വായിക്കുന്നു. ശമൂവേലിന്റെ പുസ്തകങ്ങളൊക്കെ നാം കാണുന്നുണ്ട്. നോക്കിക്കേ, ഒരു ഉത്തരവാദിത്വമുള്ള ഒരിടയനെയാണ് നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. അപ്പനേൽപ്പിച്ച ആടിന് ഉത്തരവാദിത്വത്തോടെ, കൃത്യനിഷ്ഠയോടെ നോക്കുന്ന, ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരിടയനെ നാം ആ ഭാഗത്ത് കാണുന്നു. തമ്പുരൻ അത് മറന്നു കളഞ്ഞില്ല. പിന്നത്തേത്, ഒരു രാജ്യത്തിന്റെ നേതാവായിട്ട്, ഒരു രാജ്യത്തിന് ഉത്തരവാദിത്വം വഹിക്കുന്ന പ്രഥമനായിട്ട് ദൈവം അവനെ ഉയർത്തുവാനിടയായി തീർന്നു. അതാ ഞാൻ മുമ്പേ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്ന ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കി മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ഉടഞ്ഞ പാത്രം അത് ഷേപ്പ്ലെസ് ആണ്, ഉടഞ്ഞ പാത്രം അത് പ്രൈസ്ലെസ് ആണ്. മൂന്നാമത്തെ, ഉടഞ്ഞ പാത്രത്തിന്റെ പ്രത്യേകത അത് യൂസ്ലെസ് ആണ്, എന്ന് വെച്ചാൽ അത് ഉപയോഗമില്ലാത്തതാണ്. അപ്പോൾ ഉടഞ്ഞ പാത്രത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത, അതെങ്ങനെയുള്ള പാത്രമാണ്? അത് യൂസ്ലെസ്, അത് ഉപയോഗമില്ലാത്ത പാത്രമാണ്. പക്ഷെ ഉപയോഗമില്ലാത്ത നിന്നെ ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു തമ്പുരാന്റെ കരം ഈ രാത്രി നീ തിരിച്ചറിയണം. നിന്നെ കൊണ്ട് കൊള്ളത്തില്ലെന്ന്, നിന്നെ കൊണ്ട് പ്രയോജനമില്ലെന്ന്, നിന്നെ കൊണ്ട് ഗുണമില്ലെന്ന്, നിന്നെ കൊണ്ട് ഇത് നടക്കത്തില്ലെന്ന് ലോകം പറയുമ്പോഴും ഉപയോഗപ്രദമാ, നീ ഒരു യൂസ്ലെസ് ആണെന്ന് ചുറ്റുപാട് നമ്മെ നോക്കി പറയുമ്പോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറിയ ദിനരാത്രങ്ങളിൽ ഇസ്രായേൽ ജനതയെ വെല്ലുവിളിച്ച ഗോലിയാത്തിനെ നേരിടാൻ പോയ ദാവീദിനെ നമുക്ക് നന്നായിട്ട് അറിയാം. ദാവീദ് ഗോലിയാത്തിനെ നേരിടാൻ പോകുമ്പോൾ രാജാവ് ഇങ്ങനെ പറഞ്ഞു, നീ ഒരു ബാലനാ, നിനക്ക് പ്രാപ്തിയില്ല, നിനക്കൊണ്ട് അത് കഴിയുകയില്ല എന്ന് പറഞ്ഞ്, പ്രാപ്തിയില്ലെന്ന് പറഞ്ഞ്, നീ ബാലനാന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തിയ ഭാഗം നമുക്ക്
നന്നായിട്ട് അറിയാം. 40 ദിനരാത്രങ്ങളായിട്ട്, ഏറിയ നാളുകളായിട്ട് ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ നേരിടുവാനായിട്ട് ദാവീദ് പോയത് അമ്പും വില്ലുമായിട്ടല്ല, ആയുധങ്ങളുമായിട്ടല്ല, പടച്ചട്ടയുമായിട്ടല്ല. പിന്നെ എന്തുകൊണ്ടാ പോയത്? ദാവീദ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഹല്ലേലൂയ പരിഹസിക്കുന്ന, നീ ദുഷിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരികയാ. രാത്രികൾ ദൂത് ഞാൻ കൈമാറാ. നമ്മുടെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, നമ്മുടെ ആയുധങ്ങൾ കോട്ടകളെ ഇടിക്കുവാൻ കഴിയുന്ന അടകമനകതുരമനകൾക്കന രാത്രികാല പ്രതികാരമല്ല നമ്മുടെ മുൻപില്. നമ്മുടെ ആയുധം വചനമെന്ന വാളേന്തിക്കൊണ്ട് എത്ര പേർക്ക് രാത്രികാലം തിരിച്ചറിയുന്നുണ്ട്? കുഞ്ഞെ, നിന്റെ പ്രതിസന്ധിയുടെ നടുവില്, നിന്റെ പ്രതികൂലത്തിന്റെ നടുവില്, നിന്റെ ക്ലേശങ്ങളുടെ നടുവില്, വെല്ലുവിളികളുടെ നടുവിൽ നിന്റെ ആയുധം വചനമെന്ന വാളെടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ വചനത്തിന്റെ ശക്തി നിന്റെ കൂടാരത്തിൽ വെളിപ്പെട്ടു വരും. വചനത്തിന്റെ ശക്തി നീ ഭാരപ്പെടുത്തുന്ന, നിന്നെ പ്രയാസപ്പെടുത്തുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ ക്ലേശിപ്പിക്കുന്ന തലങ്ങളിൽ വചനത്തിന്റെ ശക്തി രൂപപ്പെട്ടാൽ അവിടെ വിടുതൽ വ്യാപരിക്കപ്പെടും, അവിടെ അനുഗ്രഹം പകരപ്പെടും. അവിടെ നീ പോലും അറിയാതെ നിനക്ക് കയറി ചെല്ലാൻ കഴിയാത്ത മേഖലകളില്, നിനക്ക് എത്തപ്പെടാൻ കഴിയാത്ത മേഖലകളിൽ ദൈവത്തിന് വചനത്തിന് ക്രിയ ചെയ്യാൻ കഴിയുമെന്ന് ഒരു ഉറപ്പ് ഈ രാത്രി നീ പ്രാപിക്കണം. ഹല്ലേലൂയ. കേവലം മാനുഷിക തലത്തിൽ ഒരു പ്രസംഗം കേട്ടോ, വചനം വായിച്ചോ, ഞാനും നിങ്ങളും ഇരിക്കുകയല്ല. ഇന്ന് രാത്രി നീ വായിക്കുന്ന വചനം, നീ കേൾക്കുന്ന വചനം, അത് നിന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരമായി, ഒരു ദൈവ പ്രവൃത്തിയായി, ഒരു കരുതലായി, ഒരു നിയോഗമാക്കി മാറ്റുവാൻ കഴിയുമെന്നുള്ള ഒരു തിരിച്ചറിവ് നിനക്കുണ്ടാകട്ടെ. നീ എപ്പോൾ ഭാരപ്പെടുന്നോ, നീ എപ്പോൾ ക്ഷീണിക്കപ്പെടുന്നോ, ഇങ്ങനെ ദൈവാത്മാവിനോട് പറയുക, ഹല്ലേലൂയ. ഒരിക്കല് ശിംശോനും തന്റെ അപ്പനും തന്റെ അമ്മയും കൂടെ തിമ്നയിലേക്ക് പോകുന്ന യാത്രാ മധ്യയിൽ മുന്തിരി തോട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു ബാലസിംഹം ശിംശോന്റെ നേരെ അലറി അടുത്തു വന്ന്. നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം വീട്ടിൽ ഇരുന്ന് ഒന്ന് വായിച്ചു നോക്കണം. പിന്നത്തേതിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത് കാണുന്നു, തന്റെ അപ്പൻ കൂടെയുണ്ട്, തന്റെ അമ്മ കൂടെയുണ്ട്. പക്ഷെ ബാലസിംഹം അലറി അടുത്തത് ശിംശോന്റെ നേരെയാ. എന്താ ശിംശോന്റെ നേരെ ബാലസിംഹം അലറി അടുത്തത്? അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെയും അവൻ ദൈവത്താൽ വേർതിരിയപ്പെട്ടവനാ, നാസി വ്രതക്കാരനാ, ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടവനാ. അതേ കുഞ്ഞെ, ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട നിന്നെ നീ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ സാധാരണഗതിയിൽ സിംഹം വരേണ്ടത് കാട്ടിൽ നിന്ന, വനത്തിൽ നിന്ന. പക്ഷെ ശിംശോനെ തകർക്കേണ്ടതിന് സിംഹം അലറിയെടുത്തത് കാറ്റിൽ നിന്നല്ല, വനത്തിൽ നിന്നല്ല, പിന്നെ എവിടെ നിന്നാണ്? ഒരു മുന്തിരി തോട്ടത്തിൽ നിന്നുകൊണ്ടാ. ഒരു ദൂത് ഞാൻ പറയാ, നീ പ്രതീക്ഷിക്കാത്ത സമയത്ത്, നീ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് നിനക്കെതിരെ ശത്രു വെല്ലുവിളികളുമായി, അതിക്രമങ്ങളുമായി നിന്റെ നേരെയും, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെയും, നിന്റെ ഭവനത്തിനു നേരെയും അലറിയെടുക്കുമ്പോ ഈ രാത്രി നീ ഭയപ്പെട്ടു പോകേണ്ട. ഇനി ഒത്തിരി സന്തോഷിപ്പിക്കുന്നു, അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അപ്പോൾ യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നു. അത് ഇന്ന് രാത്രിയിൽ എന്റെ മേലും നിന്റെ മേലും പകരപ്പെട്ട ഒരു അഭിഷേകമുണ്ട്. എത്ര പേർക്ക് തിരിച്ചറിയുന്നുണ്ട്? അപ്പോൾ യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നു. എപ്പോഴാ? ബാലസിംഹം ശിംശോനെ തകർത്തു കളഞ്ഞു എന്ന് തോന്നിയപ്പോൾ ഇനിയും ജീവിച്ചിരിക്കത്തില്ല, ഇനിയും പ്രതീക്ഷയ്ക്ക് വകയില്ല, ഇനി സാധ്യതകളില്ല, ഇനി മുന്നോട്ട് പോകത്തില്ല, ഇനി ജീവിച്ചിരിക്കത്തില്ല എന്ന് താൻ തന്നെ ചിന്തിച്ച വേളയിൽ, ചിന്തിച്ച അവസരത്തിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അപ്പോൾ യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നു. അടുത്ത പദം, കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ ഒരാട്ടിൻകുട്ടിയെ പോലെ അവൻ എന്തോ ചെയ്തു? ആ സിംഹത്തെ വലിച്ചു കീറി കളഞ്ഞു. അഭിഷക്തന്മാരെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രിയിൽ
നമ്മോട് പറയുന്നു, കയ്യിൽ ഒന്നുമില്ലാതിരിക്കുകയും ശൂന്യമായ മണ്ഡലത്തിലും ഇല്ലായ്മയുടെ നടുവിലും നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. നിന്റെ മേൽ പകരപ്പെടുന്ന ഒരു അഭിഷേകമുണ്ട്. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവവചനത്തിന്റെ തലമുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ വെളിപ്പെടുന്നെങ്കിൽ ചിലതിനോട് യേശുവിന്റെ നാമത്തിൽ വഴിമാറിപ്പോകാൻ പറഞ്ഞാൽ നിശ്ചയമായും അത് വഴിമാറി പോകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വേഗം പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് അവസാനം കുറിക്കുക. ഞാൻ വീണ്ടും ദാവീദിലേക്ക് മടങ്ങി വരട്ടെ. 3 കാര്യം ഞാൻ പറഞ്ഞു. 1, അത് ഉടഞ്ഞ പാത്രം, അത് ഷേപ്പ്ലെസ് ആണ്. 2, അത് പ്രൈസ്ലെസ് ആണ്. 3, അത് യൂസ്ലെസ് ആണ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഉടഞ്ഞ പാത്രത്തിന്റെ 4ാമത്തെ പ്രത്യേകത, അത് ഹോപ്പ്ലെസ് ആണ്. അത് പ്രത്യാശ ഇല്ലാത്തതാണ്. അതെ, ഉടഞ്ഞ പാത്രത്തിന് ഇനി എന്തോ പ്രതീക്ഷിക്കാനായല്ലേ, എന്തോ പ്രത്യാശ വെക്കാനായല്ലേ. കുഞ്ഞെ, നീ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നെങ്കിൽ, നീ ഒരു നുറുക്കപ്പെട്ട പാത്രമായിട്ടായിരിക്കുന്നെങ്കിൽ, ആത്മാവിന്റെ രാത്രി നിന്നോട് പറയുന്നു, നമ്മോട് പറയുന്നു, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. ദരിദ്രനെ മറന്ന് കളയുന്ന ഒരു ദൈവത്തെ അല്ല, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി അതെ പ്രഭുക്കന്മാരോടൊപ്പം പന്തിക്കിരുത്തുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി കാലം ഞാനും നിങ്ങളും സേവിക്കുന്നേ. അപ്പോൾ ഉടഞ്ഞ പാത്രത്തിന്റെ 4ാമത്തെ പ്രത്യേകത, അത് ഹോപ്പ്ലെസ് ആണ്, അത് പ്രത്യാശയില്ലാത്തതാണ്. പക്ഷെങ്കിൽ പ്രത്യാശയില്ലാത്തടത്ത് പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നതാണ് ദൈവാത്മാവിന്റെ നിയോഗങ്ങൾ. നിനക്ക് പ്രതീക്ഷയില്ലെങ്കിലും ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ വചനത്തിൽ നീ പ്രത്യാശ വെക്കുന്നെങ്കിൽ, ദൈവാത്മ നിയോഗത്തിൽ നീ പ്രത്യാശ വെക്കുന്നെങ്കിൽ, അത് നമ്മുടെ പ്രത്യാശ നാളെ UK പോകുന്ന കാര്യമല്ല, അമേരിക്കയിലെ ഡോളർ കിട്ടുന്ന കാര്യമല്ല, മക്കളെ കെട്ടിച്ചയക്കുന്ന കാര്യമല്ല, വണ്ടി മേടിക്കുന്ന കാര്യമല്ല, വാഹനങ്ങൾ വിൽക്കുന്ന കാര്യമല്ല, വീട് വെക്കുന്ന കാര്യമല്ല. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതാത് സമയങ്ങളിൽ സ്വർഗം നൽകിക്കൊണ്ടിരിക്കും. മുമ്പേ അവന് രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നൽകി തരാം. ദൈവവചനം നമ്മെ ഓർപ്പിക്കുമ്പോൾ അതിന്ന് രാത്രികാലം നമ്മുടെ പ്രത്യാശ, നമ്മുടെ കർത്താവ് വരുമെന്ന്. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ കഴിയും? നമ്മുടെ പ്രത്യാശ പോയതുപോലെ നമ്മുടെ കർത്താവ് മടങ്ങി വരും. ദാവീദിൽ ഞാൻ തുടങ്ങിയെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിൽ ഈ പ്രസംഗത്തിന് വിരാമം കുറിക്കുക. നമ്മുടെ പ്രത്യാശ എന്താ? യേശു കർത്താവ് വരും. ഒരുങ്ങി കാത്തിരിക്കുന്ന സഭയെ ചേർക്കുവാൻ വാനവേഗത്തില്, വാനലോകത്തില് എന്റെ കർത്താവ് വരും. അതുകൊണ്ട് നാളുകൾ ഏറെയില്ല, വർഷങ്ങൾ ഏറെയില്ല. ദാവീദ് പറഞ്ഞതുപോലെ, മരിച്ചവനെ പോലെ എന്നെ പലരും മറന്നു കളഞ്ഞിരിക്കുന്നു. ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ഷേപ്പ്ലെസ് ആയ, പ്രൈസ്ലെസ് ആയ, യൂസ്ലെസ് ആയ, ഹോപ്പ്ലെസ് ആയ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വചനം. അതല്ലേ ദാവീദ് മറ്റു ഭാഗത്ത് പറഞ്ഞത്? എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്തോ ചെയ്യും? എന്നെ ചേർത്തുകൊള്ളും. അതെ, നമ്മെ ചേർക്കാൻ കർത്താവ് വരും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഭാരമുണ്ട്, രോഗമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഞെരുക്കമുണ്ട്, ശരിയാ. പക്ഷെ വചനത്തിൽ ചാരുന്നെങ്കിൽ, വചനത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. അതുകൊണ്ട് ആരെങ്കിലും ഭാരത്തോടെയാണോ, വേദനയോടെയാണോ, ദുഃഖത്തോടെയാണോ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്നോർത്ത് വേദനിക്കപ്പെട്ടാണോ ആയിരിക്കുന്നെങ്കിൽ, അവൻ അതാത് സമയത്ത് സകലവും നന്നായി ചെയ്യുന്ന ദൈവമാണ്, നന്നായി തികയ്ക്കുന്ന ദൈവമാണ്, നന്നായി പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്ക് പ്രകാര സമയം അനുവദിച്ച ഒരുക്കി തന്ന പ്രിയപ്പെട്ടിട്ടുള്ള നമ്മെ പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ വലിയ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ലഭിക്കപ്പെട്ട പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് നമ്മെ ഓർപ്പിച്ച ദൈവവചനത്തിനായി, വചനത്തിന്റെ ആലോചനകൾക്കായി ഞാൻ കർത്താവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു.
ബഹുമാന്യ കർത്തദാസനെ കർത്താവ് അതിനായിട്ട് ഒരുക്കിയല്ലോ. ഉടഞ്ഞ പാത്രത്തോടുള്ള ബന്ധത്തില് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ചേർത്ത് വെച്ച് ദൈവസന്നിധിയില് പ്രാർത്ഥിച്ച ഭക്തനോടുള്ള ബന്ധത്തില് കർത്തദാസൻ ഈ രാത്രികാലം ശക്തമായി ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചനകളെ നമ്മളിലേക്ക് പകരുവാനിടയായി. കർത്തദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവിന്റെ മഹത്വമുള്ള വേലയില് വർദ്ധിച്ചു വരുവാൻ സ്വർഗത്തിലെ വലിയ ദൈവം തന്റെ ദാസന് കൃപ ചെയ്യട്ടെ. കുടുംബമായി കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷകളെ കർത്താവ് ആദരിപ്പാനിടയാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയില് ഈ രാത്രികാലം ബഹുമാന്യ കർത്തദാസനെ വഹിച്ചുകൊണ്ടും നമ്മുടെ പ്രാർത്ഥന ധ്വനിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് പ്രത്യേക വരുന്ന 24 തീയതി പ്രാർത്ഥന ധ്വനി ഇന്റർനാഷണൽ ലെവലിൽ നടത്തപ്പെടുന്ന ഓൺലൈൻ മീറ്റിങ്ങിനെയും ദൈവകരങ്ങളില് സമർപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും ഒരുമിച്ച് ദൈവസന്നിധിയില് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മനോജ് എബ്രഹാം പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവരുകള് ആശീർവാദം പറയുകയും ചെയ്ത് നമ്മുടെ ഈ മീറ്റിംഗ് പര്യവസാനിക്കും. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യും. കർത്താവെ, പ്രാർത്ഥനാ ധ്വനിയുടെ കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുവാനും ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിനെ പാടി സ്തുതിപ്പാനും അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ അനീഷ് പാസ്റ്ററെ ദൈവം ബലപ്പെടുത്തിയതായി സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവവചന ശുശ്രൂഷ നല്ല ജീവിതാനുഭവങ്ങൾ കഴിഞ്ഞ നാളുകളിലൊക്കെ മരണകരമായ അവസ്ഥയിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ച അനുഭവങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകുവാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. കർത്താവേ, താനും പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് വേഗത്തിൽ തന്നെ ഏൽപ്പിച്ച കർത്താവിന്റെ വേലകളിൽ വ്യാപൃതനാകുവാൻ ദൈവം സഹായിക്കണമേ. സമയത്ത് പ്രിയ ബെൻസൺ പാസ്റ്ററേയും ബിന്ദുവാന്റെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളൊക്കെ കർത്താവെ, ഇതിന്റെ മക്കളും കർത്താവെ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. കർത്താവെ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവിന്റെ പക്കലാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വിടുവിച്ച വിധങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, കേരള ചാപ്റ്റർ നേതൃത്വം നൽകുന്ന കർത്താസന്മാർക്കായി സ്തോത്രം. ഹാർട്ട്ലി പാസ്റ്ററായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കോർഡിനേറ്ററായ പ്രിയ സിജി പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ശുശ്രൂഷകൾ തികച്ചെടുപ്പാൻ നിന്റെ ദാസന ദൈവം ബലപ്പെടുത്തിയതായി സ്തോത്രം. മറ്റ് ദൈവവൃത്തന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിവിധ യൂണിറ്റുകൾക്ക് നേതൃത്വം നൽകുന്ന ദാസന്മാർക്കായി, ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ ദൈവദാസിദാസന്മാർക്കായി, ദൈവമക്കൾക്കായി സ്തോത്രം. നല്ല ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ടവർക്കായി, പ്രാർത്ഥന ലീഡ് ചെയ്ത കർത്തദാസനായി എല്ലാം സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് 24 തീയതി നടക്കുന്ന ഇന്റർനാഷണൽ ഓൺലൈൻ മീറ്റിംഗ് പ്രാർത്ഥനാ സംഗമം ഏറ്റവും വലിയ അനുഗ്രഹമായി തീരണം. നമ്മൾ ഒരുമിച്ച് കർത്താവിന് പിന്നെയും മഹത്വം കരയറ്റുന്നു. തിരുനാമത്തിന് മുഖത്തിനായി ലോകരാജ്യങ്ങളിലെങ്ങും പോകുവാനും പ്രവർത്തിക്കുവാനും സ്വർഗം ഞങ്ങളെ അഭിഷേകം ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കരുണയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മളും പ്രാർത്ഥന സകല വിഷയങ്ങളുടെ മേലും പ്രാർത്ഥന എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും വിശേഷ പ്രാർത്ഥന കേരള ചാപ്റ്ററിന്റെ മേലും വചന സുശീലത്താൻ അഭിഷക്തന്മാരുടെ മേലും എന്നും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. മുഖാന്തരം ചെയ്ത കർത്താവിന് സ്തോത്രം. ലേലുയാ, ലേലുയാ, ലേലുയാ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രാർത്ഥന ധ്വനിയുടെ ഇന്നത്തെ മീറ്റിംഗില് പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകിച്ച് ഗാനമാലപിച്ച പ്രിയ ചായനോടും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ച പ്രിയ കർത്തദാസൻ സാബു പാസ്റ്ററോടും അവസാനമായ ദൈവവചനം സംസാരിച്ച കർത്തദാസനോടും ഇതിലെ വിവിധ അനുഭവങ്ങളിൽ നിന്ന് പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകിച്ച് ഇത് ഹോസ്റ്റ് ചെയ്ത ബഹുമാന്യ കർത്തദാസൻ ഹാർട്ട്ലി പാസ്റ്ററോടും ഒക്കെയുള്ള ഹൃദയംഗമായ നന്ദി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം വരുന്ന മാസം 21 തീയതി 3-ാമത്തെ തിങ്കളാഴ്ച നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് നടത്തപ്പെടും. അപ്പോൾ തന്നെ വരുന്ന തിങ്കളാഴ്ച നമ്മുടെ ഇന്റർനാഷണൽ ലെവലിലുള്ള പ്രാർത്ഥന മീറ്റിംഗും നടത്തപ്പെടുന്നല്ലോ. ഈ കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും വരും ദിനങ്ങൾ അതിൽ സംബന്ധിപ്പാനും ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ഒരിക്കലൂടെ എല്ലാവർക്കും നന്ദി പറയുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാണ്. Okay, praise the Lord.